രാത്രി 2 മണിയോട് കൂടിയിട്ടാണ് ചെന്നൈയിലെത്തിയത്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഹാളിലാണ് കിടന്നത്. കിടക്കുമ്പോൾ ഈ ആൾ എൻ്റെ അടുത്ത് തന്നെ കിടന്നിരുന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരുത്തൻ വന്നിട്ട് ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് തപ്പണമൊക്കെ ഉണ്ടായിരുന്നു, ബാഗും ഇതൊക്കെ. അപ്പം ഞാൻ കരുതുന്ന ഇവരെ കൂടെ ഉള്ള ആളാണെന്ന്. പക്ഷേ ഇവരെ കൂടെ ഉള്ള ആളായിരുന്നില്ല. ഇയാളെ മുഖത്ത് എന്തോ സ്പ്രേ എന്തോ അടിച്ചിട്ട്, എൻ്റെ തൊട്ടടുത്ത് കിടന്ന ആളാണ്, ഇയാളെ മുഖത്ത് സ്പ്രേ എന്തോ അടിച്ചിട്ട് ഇയാളെ ബോധം കെടുത്തിയിട്ട് ഇയാളെ ഫാൻറ്റിൻ്റെ ഉള്ളിൽ ഷെഡിക്കുള്ളിലുള്ള കുറച്ച് പൈസയും ഇയാളെ ബാഗിൽ നിന്നൊക്കെ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി. ഈ കാണുന്ന ഏരിയയിലായിരുന്നു കിടന്നിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തുനിന്ന് ഇതുപോലത്തെ ഒരു കളവ് കാര്യങ്ങളൊക്കെ കാണുന്നത്. കേട്ടറിവൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇയാളെ ഫാൻറ്റ് വലിച്ച് കീറിയിട്ടാണ് എടുത്ത് കൊണ്ടുപോയത്. കൊണ്ടുപോകുമ്പോൾ എടുത്ത് ഇവൻ നീച്ചതിൻ്റെ ശേഷം പറയുന്നുണ്ട് വണ്ടി പോകുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇവൻ്റെ കൂടെയുള്ള ആളാണെന്നല്ലേ വിചാരിക്കുക. ഇവൻ ബോധം കെട്ടെടുക്കുകയാണ്, വെള്ളമടിച്ചിട്ടാണെന്നല്ലേ വിചാരിക്കുക. അപ്പോൾ അവൻ പൈസ എടുത്ത് പോകുന്ന സമയത്ത് അടുത്തുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു കള്ളനാണ്. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത്. കാരണം ഞാനും ഉറക്കക്ഷീണത്തിലായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് എന്നെയും ഒന്ന് ചെറുതായിട്ട് സെർച്ച് ചെയ്തോന്നും തോന്നുന്നുണ്ട്. കാരണം ഞാൻ പിന്നെ എല്ലാ സാധനവും നല്ല സേഫാക്കിയിട്ട് ബാഗിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ തുണി ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞാൻ തല വെച്ച് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ബാഗിലേക്ക് അങ്ങനെ പെട്ടെന്ന് കൈ വെക്കാൻ കഴിയുന്നില്ല. ഇവനെ സ്പ്രേ അടിച്ച് മയക്കിയിട്ട് ഇവൻ്റെ കയ്യിലുള്ള എല്ലാ സാധനവും കവർന്നു എന്നുള്ളതാണ്.